ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പുതിന ഇലകൾ കൊണ്ടുള്ള ഒരു ചട്നിയാണ്. അതിന് ഒരു ബൗൾ നിറച്ച് പുതിന, ഒരു 2 ഇടത്തരം സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു 2 വലിയ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്പൂൺ ഫുള്ളായിട്ട് തന്നെ ഉഴുന്ന് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്രയും വേണം. എന്നിട്ട് ഒരു 4 ചുവന്ന മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1-1.5 സ്പൂൺ നമുക്ക് വഴറ്റാനായിട്ട് വേണം. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, പക്ഷേ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റായിരിക്കും, അത് കാരണം പറയുന്നത്. എന്നിട്ട് ഈ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ ആ മുളകും ആ ഉഴുന്ന് പരിപ്പുമാണ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. നല്ല ചുവക്കെ വറുക്കണം. എന്നുവെച്ചാൽ ആ വറുത്തതിൻ്റെ മണം നന്നായിരിക്കും പുതിനയുടെ ഇലയുടെ കൂടെ വയ്ക്കുമ്പോഴേക്കും. അത് കാരണം ഇതൊന്ന് നന്നായിട്ട് ചുവക്കെ വറുക്കുക. ഫ്രണ്ട്സ്, ഇതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ മൾട്ടിപർപ്പസായിട്ട് എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ ഇഡ്ഡലി, ദോശ, ചോറ്, ചപ്പാത്തി, അപ്പം എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് വന്നിട്ട് സവാള ഒന്ന് വഴറ്റിയാൽ മതി. ഒരുപാട് മൂപ്പിച്ച് അങ്ങനെ ബ്രൗൺ ആക്കി ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് വെന്ത ഉടൻ തന്നെ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ആ തക്കാളി അതിലേക്ക് ഇടുക. അതൊന്ന് സോഫ്റ്റാക്കി എടുക്കുക. സിമ്മിലിട്ട് തന്നെ ചെയ്താൽ മതിയേ. അതിലേക്ക് ആ പുതിന ഇലകൾ ഇട്ട് കഴിയുമ്പോഴേക്കും അതൊന്ന് വാടും, അത്രയുടെ ആവശ്യമേ ഉള്ളൂ അതും. എന്നിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ഇടുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കട്ടെ. തണുക്കാൻ വെച്ചിട്ട് നമ്മൾ ഒരു മിക്സി ജാറിലിട്ട് ഒത്തിരി അങ്ങ് മഷി പോലെ അങ്ങ് അരയ്ക്കേണ്ട ആവശ്യമോ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് കാരണം ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഞാനിവിടെ ഇഡ്ഡലിയുടെ ഒപ്പമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയും നമുക്ക് സൈഡിൽ വെക്കാം, ബിരിയാണിക്കൊക്കെയും നന്നായിരിക്കും കേട്ടോ. ഇതൊക്കെ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇതുപോലത്തെ റെസിപ്പീസ് ആയിരിക്കും ഞാൻ കൂടുതൽ ആഡ് ചെയ്യുന്നത്. ഒറ്റ കുക്കിങ്ങിൽ തന്നെ നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.